കാർഷിക മേഖലയിൽ സുസ്ഥിര വികസനത്തിനും കർഷക ക്ഷേമത്തിനും പ്രാധാന്യം നൽകുന്ന പ്രഖ്യാപനങ്ങളാണ് കേന്ദ്ര ബജറ്റിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചത്. രാജ്യത്തെ കാർഷിക മേഖലയുടെ വളർച്ചയ്ക്കായി സുപ്രധാന പ്രഖ്യാപനങ്ങളുമായാണ് കേന്ദ്ര ബജറ്റ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചത്. കാർഷിക ഉൽപാദനം വർദ്ധിപ്പിക്കുക ലക്ഷ്യമിട്ട് പ്രധാനമന്ത്രി ധൻ ധാന്യ കൃഷി യോജന ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചു. സംസ്ഥാനങ്ങളുമായി ചേർന്നാണ് പദ്ധതി നടപ്പിലാക്കുക. It aims to 1. Enhance agricultural productivity, 2. Adopt crop diversification and sustainable agricultural practices, 3. Augment post-harvest storage at the panchayat and block level, 4. Improve irrigation facilities, and 5. Facilitate availability of long-term and short-term credit. കാർഷികോൽപാദനം കുറഞ്ഞ മേഖലയ്ക്ക് പദ്ധതിയിലൂടെ ധനസഹായം നൽകും. രാജ്യത്തെ 100 ജില്ലകൾക്കാണ് ആദ്യഘട്ടത്തിൽ സഹായം. 1.7 കോടി കർഷകർക്ക് ഇതിന്റെ ഗുണഫലം ലഭിക്കുമെന്നാണ് വിലയിരുത്തൽ. ജലസേചന പദ്ധതികൾ കൂടുതൽ മെച്ചപ്പെടുത്തും. കാർഷിക മേഖലയിൽ നൈപുണ്യ വികസനമാണ് ലക്ഷ്യമെന്ന് ധനമന്ത്രി പറഞ്ഞു. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ വികസിപ്പിക്കാൻ ദേശീയ മിഷൻ നടപ്പാക്കും. കാർഷിക മേഖലയിലെ ഗവേഷണത്തിന് പ്രോത്സാഹനം നൽകും. ധാന്യവിളവിൽ സ്വയം പര്യാപ്തത ഉറപ്പാക്കുമെന്നും ധനമന്ത്രി പറഞ്ഞു. പരുത്തി ഉൽപാദനക്ഷമതയ്ക്ക് ദേശീയ പദ്ധതിയും നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചു. PM കിസാൻ ആനുകൂല്യം വർദ്ധിപ്പിക്കും. കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പാ പരിധി 3 ലക്ഷത്തിൽ നിന്ന് 5 ലക്ഷമാക്കി ഉയർത്തിയതായും ധനമന്ത്രി പറഞ്ഞു. അസമിന് യൂറിയ ഉൽപാദനത്തിനും വിതരണത്തിനും പ്രത്യേക പദ്ധതി പ്രഖ്യാപിച്ചു. കിഴക്കൻ മേഖലയിൽ 3 യൂറിയ പ്ലാന്റുകൾക്കും കേന്ദ്രം അനുമതി നൽകിയിട്ടുണ്ട്. ബീഹാറിൽ മഖാന ബോർഡ് ആരംഭിക്കും. മഖാന അഥവാ പ്രത്യേകതരം താമരവിത്തിന്റെ ഉൽപാദനവും സംഭരണവും വിതരണവും ശക്തമാക്കുകയാണ് മഖാന ബോർഡിന്റെ ലക്ഷ്യം. പച്ചക്കറി, പഴം ഉൽപാദനത്തിനും സംഭരണത്തിനും വിതരണത്തിനും The people engaged in these activities will be organized into FPOs. The board will provide hand-holding and training support to Makana farmers and will also work to ensure they receive the benefits of all relevant government schemes. പ്രത്യേകം പദ്ധതി ഒരുക്കുമെന്നും നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചു. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.